ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ കാണാത്തതുകൊണ്ട് തന്നെ സച്ചി അമ്പലനിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ രേവതിയെ എത്രയും വേഗം നിന്ന് തിരികെ കൊണ്ടുവന്ന് തരണം. ഞാൻ മൂലമാണ് എൻ്റെ രേവതി പിണങ്ങിപ്പോയതെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു സങ്കടത്തോടും ഭയത്തോടും കൂടി തന്നെയാണ് ഈ ചെയ്തെല്ലാം തന്നെ കാണുന്നത്. അതിന് ശേഷം സച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് രേവതിക്ക് വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് ഈച്ച ഇറങ്ങിയതിന് ശേഷം പറയുന്നത്, ഞാൻ ഇവിടെ വരെയുള്ളൂ, നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ല്, രേവതിയെ കുറിച്ച് ഇനി അന്വേഷണം നമുക്ക് നാളെ നടത്താമെന്നൊക്കെ പറയുന്ന സമയത്ത് അവളില്ലാതെ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ടീച്ചർ പറയുന്നത്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അന്വേഷിക്കാനൊന്നും പോവുകയൊന്നും വേണ്ട, മറ്റുള്ള വീട്ടുകാരൊക്കെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാം, അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണം നാളെ നടത്താം, നീ സമാധാനത്തോടുകൂടി ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഈച്ച നമ്മുടെ സച്ചിയെ സമാധാനിപ്പിച്ചതിന് അവിടുത്തെ പറഞ്ഞു വിടുകയാണ്. എന്നിരുന്നാലും സച്ചി വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ വണ്ടി അവിടെ ഇരിക്കുന്നത് കാണുന്ന നേരത്തൊക്കെ തന്നെ സച്ചി വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ രേവതിയുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും വണ്ടിയെ തലോടിയിട്ട് ഭയങ്കര സങ്കടത്തോടെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് കല്യാണ ഫോട്ടോ കാണുന്നത് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ സകല നിയന്ത്രണവും വിടുകയാണ്. സച്ചി ഫോട്ടോയിലേക്ക് നോക്കി വിങ്ങി പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. പിന്നീട് റൂമിലേക്ക് പതിയെ നടക്കുന്ന സമയത്താണ് സച്ചി വരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ്. രേവതിനെ കാണുമ്പോൾ തന്നെ സച്ചിയുടെ സകല നിയന്ത്രണവും വിടുവാണ് കേട്ടോ. സങ്കടവും ദേഷ്യവും എല്ലാം കാരണം വേഗം രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോയതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചിയുടെ ഞാനൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി വളരെ ദേഷ്യത്തോടുകൂടി തന്നെ രേവതിയോട് സംസാരിക്കുകയുണ്ടോ. അപ്പോൾ സച്ചിയുടെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് തന്നെ രവിയും ചന്ദ്രയും അതുപോലെ ശ്രുതിയും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, സച്ചി നീ സമാധാനപ്പെടേ, നീ രേവതി വന്ന കാര്യം നിന്നെ പറയാനായിട്ട് ഞങ്ങൾ ഫോൺ എടുത്തായിരുന്നു, ആ ഒരു സമയത്താണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ സമാധാനപ്പെടാനാച്ചാൽ ഞാൻ കടന്ന് അനുഭവിച്ച ടെൻഷൻ എനിക്ക് എന്നെ അറിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് സച്ചിയേട്ടൻ എന്തിന് ഇത്ര സങ്കടപ്പെടുന്നത്, ഞാനതിന് ഇങ്ങോട്ട് പോയിന്ന് സച്ചിയേട്ടൻ പറയുന്നത് എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് നീ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ തല്ലാനായിട്ട് സച്ചി കൈയോങ്ങ കേട്ടോ. ഈ ഒരു സമയത്ത് ആരും തന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ചന്ദ്രയും ശ്രുതിയും വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ ഈ ഒരു കാഴ്ച നോക്കി കാണുകയാണ്. ചന്ദ്ര പറയുന്ന കൊടുക്കട അവളുടെ കർണം നോക്കി തന്നെ നിന്നോട് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്നോട് പോലും പറയാതെ ഇത്രയും വൈകി വന്നതിൻ്റെ കാരണം എന്താണെന്ന് അവളോട് ചോദിച്ചറിയാം, അത് രണ്ട് കർണത്തെ അടിച്ചിട്ട് ചോദിച്ചറിയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയുടെ ഈ ഒരു രൂപമാറ്റവും ഭാവമൊക്കെ കണ്ട് രേവതി ആകെ പേടിച്ചറിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ സച്ചി ആകട്ടെ വേഗം തന്നെ തല്ലാനൊങ്ങി കൈ താഴേക്ക് വെച്ചതിന് ശേഷം രേവതിയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് എല്ലാവരും ആകെ സങ്കടപ്പെട്ടു. ആദ്യമൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും സച്ചിക്ക് രേവതിയുള്ള സ്നേഹവും ആ ഒരു ആത്മാർത്ഥതയെ കാണുന്ന സമയത്ത് ഒരു നിമിഷത്തേക്കാണെങ്കിലും ചന്ദ്രയ്ക്കും ശ്രുതിക്കും അടക്കം തന്നെ എല്ലാവർക്കും ഒരു മനസ്സലിവ് തോന്നുകയാണ്. ആ സമയത്ത് തന്നെ ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച ശ്രീകാന്തിനെ വളരെയധികം സന്തോഷിപ്പിക്കട്ടെ. അതിനുശേഷം സച്ചി പറയുന്നത്, ഞാൻ എന്തോരം സങ്കടപ്പെട്ടു നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയുടെ മുഖത്തേക്ക്, അതായത് തൻ്റെ കൈക്കുമ്പിളായിട്ട് രേവതിയുടെ മുഖം പിടിച്ചുകൊണ്ട് സച്ചി സംസാരിക്കുന്ന സമയത്ത്, നീ എന്തിനാണ് സച്ചി ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നിനക്കറിയാൻ മേല ചേട്ടാ ശ്രുതി, ഞാൻ എവിടേക്ക് ഇവളെ അന്വേഷിച്ച് നടന്നറിയാം. ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്ന സമയത്ത് അച്ഛനമ്മമാർ അന്വേഷിക്കുന്ന സമയത്ത് നമ്മളൊരു സങ്കടത്തോട് തന്നെ നോക്കിക്കാണാറുണ്ട്. പക്ഷേ ഈ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ആ ഒരു വേദന അനുഭവിച്ചവനാണ് ഞാൻ. കൂടാതെ രേവതി അന്വേഷിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി കടലിൽ ചാടി ചാവാൻ ശ്രമിച്ചു, അവൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു. രേവതി അല്ല എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അതിനുശേഷം റെയിൽവേ ട്രാക്കിലും അതുപോലെ പലയിടങ്ങളും പല ആളുകളും ഇങ്ങനെ ആത്മഹത്യ ശ്രമിക്കുക, അവരൊക്കെ ഗുരുതരാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര പേർ മരണപ്പെട്ടു എന്നൊക്കെ അറിയുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഇതെല്ലാം അവരെ വേദനിപ്പിക്കേണ്ട ഈ സമയം തന്നെ രേവതി സച്ചിയുടെ അടുത്ത് വന്നിരുന്നതിന് ശേഷം കൈകൾ ചേർത്ത് പിടിക്കുകയും മുഖത്തേക്കായിട്ട് തൻ്റെ കൈകൾ ചേർത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം രേവതി മോളെ, ഇവിടെ ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയാം, മോൾക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയണം, ആരോട് പറയാൻ, നിങ്ങളും ഇവളുടെ ഭർത്താവും കൂടെ കൂടിയിട്ട് ഇവർക്ക് ആവശ്യത്തിലധികം സാധനം കൊടുത്തിരിക്കുകയല്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ വരണമെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് രേവതി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നു, ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ രേവതിയെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ്. അതായത് രേവതി ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് രേവതിക്ക് പൂക്കൾ 500 പൂമാലയുടെ ഓർഡർ കിട്ടിയ സമയത്ത് 2-3 ചേച്ചിമാരെ രേവതിയെ സഹായിക്കാൻ വന്നിരുന്നില്ല. അവരുടെ ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. അതിന് ശേഷം രേവതിയോടായിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. മറ്റൊന്നല്ല, അവരുടെ ഭർത്താവിന് ഒരു അമ്പലത്തിലേക്കുള്ള ഒരു ഫ്ലവർ ഡെക്കറേഷൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് നാളെയാണ് അമ്പലത്തിൽ ഉത്സവം, അപ്പോൾ ഇന്ന് തന്നെ തീർക്കണം,
പോകണം. അപ്പോൾ രേവതി കൊണ്ട് തന്നെ നല്ലൊരു ഹെൽപ്പ് ഉണ്ടാവും. അതുകൊണ്ട് രേവതിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട് അമ്മ ഉറങ്ങിയാണ്, ചേച്ചി അകത്തേക്ക് വായെന്ന് പറയുന്ന സമയത്ത് ഞാനൊന്നും വരുന്നില്ല, നിൻ്റെ അമ്മായിയമ്മ എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എത്ര ഉറക്കത്തിലായാലും എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് 2 വർത്താനം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നൊക്കെ തമാശ രൂപേണ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതി പറയേ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി വായ എന്ന് പറയുന്ന സമയത്ത് വേണ്ട രേവതി, ഞാനിവിടെ തന്നെ നിൽക്കാം, നീ വേഗം പോയി റെഡിയായിട്ട് വായെന്ന് ഈ ചേച്ചി പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് രേവതി പറയുന്നത് ആ ചേച്ചി എന്നെ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് രേവതി കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ അറിയാൻ രേവതി ആരോട് പറഞ്ഞിട്ടാണ് പൂക്കൾ കെട്ടാൻ പോയതെന്നും രേവതി പറഞ്ഞിട്ട് പോയ കാര്യം എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല എന്നുള്ളതിനുള്ള ഉത്തരം നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.